ഒരു രാത്രി നിങ്ങളും നിങ്ങളുടെ കുടുംബവും സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ ജനാലയ്ക്ക് പുറത്ത് ഇരുട്ടിൽ ഒളിച്ചു നിന്ന് ഒരു ദൂരദർശിനിയിലൂടെ നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഒരാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെപ്പോൾ ലൈറ്റ് അണയ്ക്കുന്നു, എപ്പോൾ മുറിയിലേക്ക് പോകുന്നു, നിങ്ങളുടെ കുട്ടികൾ ഏത് മുറിയിലാണ് ഉറങ്ങുന്നത് എന്നുവരെ കൃത്യമായ ഡയറിയിൽ കുറിച്ചു വയ്ക്കുന്ന ഒരു അദൃശ്യരൂപം. ഇതൊരു കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള വെൽസ്റ്റ് ഫീൽഡ് എന്ന നഗരം ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ സമ്പന്നർ താമസിക്കുന്നൊരിടമായാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ള 657 ലങ്കാസ്റ്റർ അവന്യൂ എന്ന വിലാസത്തിൽ 1921 നിർമ്മിച്ച ഒരു വലിയ ആഡംബര മാളികയുണ്ടായിരുന്നു. 6 കിടപ്പുമുറികളും വിശാലമായ ഹാളുകളുമുള്ള ആ സ്വപ്ന ഭവനം 2014 ഡെറക് ബ്രോഡസ്, മെരിയ ബ്രോഡസ് എന്നീ ദമ്പതികൾ സ്വന്തമാക്കുന്നത് $1.3 മില്യൺ, അതായത് ഏകദേശം 11 കോടിയോളം ഇന്ത്യൻ രൂപ. 3 ചെറിയ കുട്ടികളുള്ള ആ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അത്. പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുന്നോടിയായി പെയിൻറ്റിങ്ങും ചെറിയ അറ്റകുറ്റപ്പണികളും നടത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പണികളെല്ലാം കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപ് ഡെറക് വീടിന് മുന്നിലെ ലെറ്റർ ബോക്സ് പരിശോധിച്ചു. അവിടെ വെള്ള നിറത്തിലുള്ള ഒരു കവർ ഉണ്ടായിരുന്നു. അതിൽ കയ്യക്ഷരത്തിൽ പുതിയ ഉടമസ്ഥർക്ക് എന്ന് എഴുതിയിട്ടിരുന്നു. കൗതുകത്തോടെ ഡെറക് ആ കത്ത് പൊട്ടിച്ചു. എന്നാൽ അതിലെ ആദ്യത്തെ വരികൾ വായിച്ചപ്പോൾ തന്നെ അയാളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: 657 ലങ്കാസ്റ്റർ അവന്യൂവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വീടിപ്പോൾ നിങ്ങളുടെ കൈകളിൽ എങ്ങനെ എത്തി? ഇതിലേക്ക് നിങ്ങളെ ആകർഷിച്ചത് എന്താണ്? 657 ലങ്കാസ്റ്റർ അവന്യൂ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി എൻ്റെ കുടുംബത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. 1920കളിൽ എൻ്റെ മുത്തശ്ശൻ ഈ വീട് നിരീക്ഷിച്ചിരുന്നു. 1960കളിൽ എൻ്റെ പിതാവും ഇത് തുടർന്നു. ഇപ്പോൾ ഇത് എൻ്റെ സമയമാണ്. ഈ വീടിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ ചുവരുകൾക്കുള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നത്? ഞാനത് കണ്ടുപിടിക്കും. കത്തവിടെ അവസാനിച്ചിട്ടില്ല. താഴേക്ക് പോകുന്തോറും വഴികളുടെ ഭീകരത കൂടി വന്നു. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ കണ്ടു. ആ വീട്ടിലെ യുവരക്തം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണോ നിങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അവർ താമസിക്കാൻ പോകുന്ന മുറികൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കൽ ഞാൻ അവരുടെ പേരുകൾ അറിഞ്ഞാൽ അവരെ വിളിക്കും. അവരെ എൻ്റെ അടുത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. കത്തിൻ്റെ അവസാനം ഒരു പേരിന് പകരം എഴുതിയിരിക്കുന്നത് ദി വാച്ചർ എന്നായിരുന്നു. ഭയന്നുപോയ ഡെറക് ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് സ്ഥലത്തെത്തി കത്ത് പരിശോധിച്ചെങ്കിലും ആർക്കോ പറ്റിയ തമാശയാകാം എന്ന് കരുതി ബ്രോഡസ് കുടുംബത്തോട് ഇതാരോടും പറയരുതെന്ന് നിർദ്ദേശിച്ചു. പക്ഷേ യഥാർത്ഥ ഭയം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2 ആഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ കത്ത് വന്നു. അത് വായിച്ച ബ്രോഡസ് ദമ്പതികളുടെ കാലടിയിലെ മണ്ണ് ഒലിച്ചുപോയി. കാരണം ആദ്യത്തെ കത്തിന് ശേഷം ആ വീട്ടിൽ വെച്ച് അവർ തങ്ങളുടെ കുട്ടികളുടെ പേരുകൾ ഉറക്കെ വിളിച്ചിരുന്നു. പുതിയ കത്തിൽ ബ്രോഡസ് കുടുംബത്തിലെ 3 കുട്ടികളുടെയും പേരുകൾ അവരുടെ വിളിപ്പേരുകൾ സഹിതം പ്രായത്തിൻ്റെ ക്രമത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടായിരുന്നു. വാച്ചർ കത്തിൽ ചോദിച്ചു: 657 ലാങ്സ്റ്റർ അവന്യൂവിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആളുകളെ കൊണ്ടുവന്നത് ഞാൻ കണ്ടു. വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ വീട് നിങ്ങളെ വെറുക്കുന്നു. കുട്ടികൾ ആ ടെറസിലെ മുറിയിലാണോ കളിക്കുക? അവർ പേടിച്ച് നിലവിളിക്കുമ്പോൾ അത് കേൾക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എവിടെയാണ് എന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ബ്രോഡസ് കുടുംബം ആ വീട്ടിലേക്ക് താമസം മാറുന്നത് പൂർണ്ണമായും ഉപേക്ഷിച്ചു. അവർ മറ്റൊരു താൽക്കാലിക വാടക വീട്ടിലേക്ക് മാറി. എന്നാൽ ഈ ക്രൈം മിസ്റ്ററിയുടെ ചുരുളഴിക്കാൻ അവർ ഉറപ്പിച്ചു. അവർ മുൻപ് ആ വീട്ടിൽ താമസിച്ചിരുന്ന ജോൺ വുഡ്സ് എന്നയാളെ ബന്ധപ്പെട്ടു. കഴിഞ്ഞ 26 വർഷമായി തങ്ങൾ അവിടെ സമാധാനത്തോടെയാണ് താമസിച്ചതെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ തങ്ങൾ താമസം ഒഴിയുന്നതിന് തൊട്ട് മുമ്പ് തനിക്കും ദി വാച്ചർ എന്ന പേരിൽ ഒരു കത്ത് വന്നിരുന്നുവെന്നും എന്നാൽ അതൊരു പ്രാങ്കായി കരുതി താൻ അത് ഡസ്റ്റ്ബിനിൽ കളഞ്ഞുവെന്നും അയാൾ വെളിപ്പെടുത്തി. അതായത് ഈ വാച്ചർ വർഷങ്ങളായി ആ വീടിനെ പിന്തുടരുന്ന ഒരാളാണ്. ബ്രോഡസ് കുടുംബം ലക്ഷങ്ങൾ മുടക്കി FBI ഉദ്യോഗസ്ഥരെയും സ്വകാര്യ ഡിറ്റക്റ്റീവുകളെയും അന്വേഷണത്തിനായി നിയമിച്ചു. അവർ വീടിനു ചുറ്റും അത്യാധുനിക ടെർമിക് ക്യാമറകളും സെക്യൂരിറ്റി സിസ്റ്റവും സ്ഥാപിച്ചു.
പോലീസിൻ്റെ ഫോറൻസിക് ടീം കത്തുകളിലെ DNA പരിശോധനകൾ അത് ഒരു സ്ത്രീയുടെ DNA ആണെന്ന് കണ്ടെത്തി. അന്വേഷണം ആ തെരുവിലെ അയൽക്കാരിലേക്ക് നീങ്ങി. ആദ്യം സംശയിച്ചത് തൊട്ടടുത്ത വീട്ടിലെ ലാങ്ഫോർഡ് കുടുംബത്തെയാണ്. ആ വീട്ടിലെ മൈക്കൽ ലാങ്ഫോർഡ് എന്നയാൾക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അയാളുടെ വീടിൻ്റെ ജനാലയിലൂടെ നോക്കിയാൽ 657 നമ്പർ വീട് കൃത്യമായി കാണാമായിരുന്നു. എന്നാൽ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനും DNA പരിശോധനയ്ക്കും ഒടുവിൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് പോലീസ് വിധിയെഴുതി. അടുത്ത സംശയം മറ്റൊരു അയൽക്കാരനായ റിച്ചാർഡ് വെസ്റ്റ്ഫീൽഡിനെയായിരുന്നു. അയാൾ രാത്രികാലങ്ങളിൽ ബ്രഡോസ് കുടുംബത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കാറുണ്ടായിരുന്നു. മറ്റൊരു അയൽപ്പക്കത്തെ വീട്ടിൽ വിചിത്രമായൊരു ആചാരം നടന്നിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. അവർ മനുഷ്യരക്തം കുടിക്കുന്ന ഒരു രഹസ്യ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു. എന്നാൽ ഇവർക്കെതിരെയും കൃത്യമായി തെളിവുകൾ ലഭിച്ചില്ല. കാലം കടന്നു പോയിട്ടും കത്തുകൾ വരുന്നത് നിന്നില്ല. മൂന്നാമത്തെ കത്തിൽ വാച്ചർ എഴുതി, നിങ്ങൾ എന്തിനാണ് ആ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്? 687 ലാങ്സ്റ്റർ അവന്യൂവിൽ നിങ്ങളെ വേണം. നിങ്ങൾ തിരിച്ചു വരണം. വരാതിരുന്നാൽ നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഈ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ബ്രോഡസ് കുടുംബത്തിൻ്റെ അച്ഛനും അമ്മയും വിഷാദ രോഗത്തിൻ്റെ പിടിയിലായി. കോടികൾ മുടക്കി വാങ്ങിയ സ്വപ്ന ഭവനത്തിൽ അവർ ഒരു ദിവസം പോലും താമസിച്ചില്ല. ഒടുവിൽ കനത്ത നഷ്ടത്തിൽ അവർ വീട് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ദി വാച്ചർ എന്ന ശാപം കാരണം ആ വീട് വാങ്ങാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ 2019 വാങ്ങിയ വിലയേക്കാൾ 4 കോടിയോളം രൂപ കുറച്ച് അവർ ആ വീട് മറ്റൊരാൾക്ക് വിറ്റ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. പുതിയ ഉടമസ്ഥർക്ക് പിന്നീട് കത്തുകളൊന്നും വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്യാധുനിക ഫോറൻസിക് പരിശോധനകൾ നടന്നിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച CIDകൾ അന്വേഷിച്ചിട്ടും ഈ കത്തുകൾ എഴുതിയ അദൃശ്യനായ മനുഷ്യനാരാണെന്ന് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ആ തെരുവിലെ ഏതെങ്കിലും അയൽക്കാരനായിരുന്നു, അതോ ബ്രോഡസ് കുടുംബത്തെ മാനസികമായി തകർക്കാൻ ആരോ ചെയ്ത വലിയൊരു ക്രൈം പ്ലാൻ ആയിരുന്നു? ഇന്നും ഉത്തരം കിട്ടാതൊരു വലിയ മിസ്റ്ററിയായി 687 ലാങ്സ്റ്റർ അവന്യൂ അവശേഷിക്കുന്നു. ഈ ഭയപ്പെടുത്തുന്ന യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ ക്രൈം ഫയൽസ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഞെട്ടിക്കുന്ന മിസ്റ്ററിയുമായി നമ്മൾ വീണ്ടും വരും. അതുവരേക്കും നന്ദി.